ഹായ്, നമസ്കാരം. ഞാൻ സന്തോഷ്. ലൈഫ് കോഴ്സ് അക്കാഡമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സന്തോഷത്തോടുകൂടി ആഘോഷിക്കുന്ന ഒരു ഓണക്കാലമാണ്. ലോകമെമ്പാടും മലയാളികളുള്ള ഇടങ്ങളിലെല്ലാം ഓണം ആഘോഷിക്കുന്നുണ്ട്. പണ്ടത്തെ ഓണവും ഈ ഓണവും തമ്മിലുള്ള ഒരു താരതമ്യം ചെയ്ത് നോക്കിയാൽ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കൃഷിപ്പണികളെല്ലാം ചെയ്ത് വളരെയധികം കഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിലൊക്കെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് നമ്മൾ ആയിരിക്കുന്നത് ഏറ്റവും അത്യന്താധുനികമായ സൗഭാഗ്യങ്ങളെല്ലാം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ്. നമുക്കിഷ്ടമാതിരി എല്ലാ ഭക്ഷണത്തിനും ബുദ്ധിമുട്ടില്ല. അതുപോലെ തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും സമ്പത്തിൻ്റെ കാര്യത്തിലായാലും ശാസ്ത്രത്തിൻ്റെ വളർച്ചയുടെ കാലഘട്ടത്തിലായാലും എല്ലാം അത്യന്തികം നല്ല പീക്ക് ഇതിനകത്ത് നിൽക്കുന്ന സമയത്താണ് നമ്മളായിരിക്കുന്നത്. ആ സമയത്ത് നമുക്ക് ചിന്തിക്കാവുന്നത്, എങ്ങനെ നമ്മൾ കഴിഞ്ഞ തലമുറ ആഘോഷിച്ചു, ഈ തലമുറ എങ്ങനെ ആഘോഷിക്കുന്നു, ഒരു മിഡിൽ ഏജിലേക്കുള്ള ആളുകൾ എങ്ങനെയൊക്കെ ആഘോഷിച്ചു എന്നൊക്കെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ആദ്യ കാലഘട്ടം കാർഷിക വൃത്തിയിലായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടം. യാത്ര ചെയ്യാനും അതുപോലെ മറ്റുള്ള ആളുകളായിട്ട് സംവദിക്കാനും എല്ലാം പോയി കണ്ട് നേരിൽ കണ്ട് സംസാരിച്ച് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന്, ആഘോഷങ്ങളാണെങ്കിലും ലൈവായിട്ട് പോയി നിന്ന് പങ്കെടുത്ത് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന്, നമ്മുടെയൊക്കെ ഒരു ഏജിലുള്ള ആളുകളാണെങ്കിൽ കുറച്ചൊക്കെ കഷ്ടപ്പാടുകളും കുറച്ചൊക്കെ എല്ലാ സൗഭാഗ്യങ്ങളും അതുപോലെ തന്നെ ഓരോ പുതിയ പുതിയ ടെക്നോളജികളെല്ലാം കടന്നു വരവും എല്ലാം എൻജോയ് ചെയ്തുകൊണ്ട് പടിപടിയായിട്ട് ഉയർന്നാണ് ഇന്നായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഒരു 2000-നൊക്കെ ശേഷം ജനിച്ചിട്ടുള്ള തലമുറയിൽപ്പെട്ടവരുണ്ട്. അവർക്ക് ഇപ്പോൾ 2000-നൊക്കെ കഴിയുമ്പോൾ അവർക്ക് 25 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. അവരെയൊക്കെ സംബന്ധിച്ച് അവർ കടന്നു വന്നിരിക്കുന്നത്, അവരുടെ ജീവിതം ആരംഭിച്ചത് തന്നെ എല്ലാ സൗഭാഗ്യത്തോടും കൂടി തന്നെയാണ്. രാജ്യത്തിന്റെ പുരോഗതിക്കനുസരിച്ച് എല്ലാ കാര്യങ്ങളും, വാർത്താവിനിമയ മേഖലകളെല്ലാം കൈപ്പിടിയിലായി. എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് പങ്കെടുക്കാതെ തന്നെ അവർക്ക് കാണാനും കേൾക്കാനും അനുഭവിക്കുവാനും ഉള്ള കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സമ്പത്തിന്റെ കാര്യത്തിലായാലും, ഇന്ന് പണ്ടൊക്കെ ഒരു ജോലി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പഠിക്കാനൊക്കെ ഒരു കോഴ്സുകൾ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുകളാണ്. ഏത് കാര്യത്തിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇന്ന് അങ്ങനെയല്ല. വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ച വളരെയധികം വളർന്നു. നമുക്ക് അറിവുകളെല്ലാം നമ്മുടെ വിരൽത്തുമ്പിലേക്ക് മാറി. എന്ത് കാര്യം നമുക്ക് അറിയില്ലെങ്കിലും നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കുകയോ അല്ലെങ്കിൽ ഒന്ന് നമുക്ക് സെർച്ച് ചെയ്ത് എന്തെല്ലാം രീതിയിൽ AI സെർച്ചിങ് മുതൽ പല 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 ടൂൾസുകൾ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. ആ രീതിയിൽ എല്ലാം നമ്മളുടെ കൈപ്പിടിയിലേക്ക് ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിലുള്ള ജനറേഷനും നമ്മളിപ്പോൾ ചിന്തിക്കാനുള്ള കാരണം ഈ ഓണക്കാലത്ത് തന്നെയാണ്. അപ്പോൾ സമ്പത്ത് നമ്മുടെ കൈത്തുമ്പിലുണ്ട്. കാരണം അത് നമുക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ഒക്കെ രൂപത്തിൽ നമ്മുടെ കയ്യിലുണ്ട്. ഗൂഗിൾ പേ പോലെ തന്നെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നിരവധി സോഴ്സുകൾ നമ്മുടെ മുന്നിൽ തുറന്ന് കെട്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ചില ബുദ്ധിമുട്ടുകളും നമുക്ക് അറിയാം. പഴയ തലമുറയൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് കാലത്ത് സമ്പാദ്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ഒരുപക്ഷെ പുതിയ ഡ്രസ്സുകൾ കാര്യങ്ങൾ എല്ലാം നല്ല ആഹാരം കഴിക്കുന്നത് പോലും വിശേഷങ്ങളായിട്ടുള്ള ഇതുപോലുള്ള ഓണം അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ഫെസ്റ്റിവൽസിനായിരിക്കും. അതുപോലെ ഏതെങ്കിലും ഒരു കല്യാണത്തിനോ മറ്റൊക്കെ ആയിരിക്കും. നമ്മുടെ മിഡിൽ ക്ലാസ്സും ഒക്കെ അങ്ങനെ, മിഡിൽ ടൈമിൽ ജനിച്ചവരൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തത്. പക്ഷെ ഇന്നത്തെ സാഹചര്യം അതല്ല. ഇന്ന് അതും വിരൽ തുമ്പിലേക്ക് ആയിരിക്കും. നമ്മൾക്ക് എന്ത് വേണം അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുതരാവുന്ന സംവിധാനങ്ങൾ പല പല ഫുഡ് പ്രൊവൈഡിങ് ടെക്നോളജികളൊക്കെ ഉള്ളതുകൊണ്ട്, സ്വിഗ്ഗി പോലുള്ള അതുപോലെ ഒരുപാട് ഇന്ന് നമുക്ക് മാർക്കറ്റിലുണ്ട്. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ ഡ്രസ്സ് വേണമെങ്കിൽ നമുക്ക് ഓൺലൈൻ ആമസോണോ ഫ്ലിപ്കാർട്ടോ അങ്ങനെ നിരവധി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ പ്രൈവറ്റ് ആയിട്ടും അതുപോലെ തന്നെ പബ്ലിക്കായിട്ടും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം നമ്മുടെ വിരൽത്തുമ്പിലേക്ക് ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, എല്ലാം നമുക്ക് ക്ഷിപ്രസാധ്യമാവുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഓൺലൈനായിട്ട് വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ഡെലിവറി കിട്ടുന്ന സംവിധാനങ്ങൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഓഫ്ലൈനായിട്ട് നമുക്ക് പോയി കണ്ട് ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം. അത് ഡ്രസ്സുകളായാലും ശരി, പ്രൊവിഷൻ ഐറ്റംസുകളായാലും ശരി, എന്ത് കാര്യങ്ങളായാലും അങ്ങനെ ചെയ്യാം. പക്ഷേ ഹൃദയങ്ങൾ തമ്മിൽ അടുക്കണമെങ്കിൽ നമ്മൾ ഓഫ്ലൈൻ കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അതായത് നമ്മളൊരു കടയിൽ പോയി ആ കടക്കാരൻ നമുക്ക് പരിചയമുള്ള ആളുകളായിരിക്കും. നിരന്തരം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളെ അവരറിയുന്നുണ്ടാവും, അവർ നമ്മളറിയുന്നുണ്ടാവും. ഫുഡ് കഴിക്കാൻ പോകുന്നിടത്തായാലും, ഫുഡ് മേടിക്കാൻ പോകുന്നിടത്തായാലും, പ്രൊവിഷൻ സാധനങ്ങൾ മേടിക്കാൻ പോകുന്നിടത്തായാലും എല്ലാം നമ്മൾ പരസ്പരം നമ്മുടെ ഹൃദയം ഹാർട്ട് ടു ഹാർട്ടായിട്ടാണ് നമ്മൾ അവരുമായിട്ട് ഡീൽ ചെയ്യുന്നത്. അവിടെ ഒരു ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടുന്നുണ്ടാവും. അതൊരു ശാശ്വതമായിട്ടുള്ള ഒരു നല്ല ആകർഷകത്വമുള്ള ഒരു സംവിധാനമാണ്. കാരണം നമ്മൾ എല്ലാവരെയും അറിയും. വീട്ടിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയാലോ മാധ്യമങ്ങൾ വഴി നമ്മൾ പരിചയപ്പെടുകയും സോഷ്യൽ മീഡിയ പോലുള്ള മാധ്യമങ്ങൾ വഴിയെല്ലാം നമ്മൾ പരിചയപ്പെടുകയും നമ്മൾ അനുഭവിച്ചറിയുന്ന കാര്യങ്ങൾക്ക് അതിന് ലൈഫ് സ്പാൻ കുറവായിരിക്കും. ആ ബന്ധങ്ങൾ അധികം നാൾ നിലനിൽക്കില്ല. നമ്മളെ കാണാതാവുമ്പോൾ ആ ബന്ധങ്ങൾ അസ്തമിച്ചു പോകും. പക്ഷെ നമ്മൾ ഒരാളുടെ മുമ്പിൽ ചെന്ന് നമ്മൾ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ജീവിക്കുന്നുണ്ടാവും. അതാണ് അവിടെയുള്ള ഒരു വ്യത്യാസം. പിന്നെ ഓണക്കാലത്ത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വേണമെങ്കിൽ ആലസ്യത്തോടു കൂടി എല്ലാവരും വിളിച്ച് ആ സമയത്ത് ഫുഡ് വന്നു, നമ്മൾ ഇരുന്ന് കഴിച്ചു, നമ്മൾ നമ്മുടേതായ ലോകത്തേക്ക് മറിഞ്ഞ് തിരിഞ്ഞു പോകുന്നുണ്ടാവും. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കമ്മ്യൂണിറ്റികൾ ആഘോഷിക്കുന്ന ഓണങ്ങളുണ്ട്. നമുക്കറിയാം റെസിഡൻഷ്യൽ അസോസിയേഷൻ പോലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ സംഘടനകൾ, വിദേശത്തുള്ളവരാണ് ഈ പല പല സംഘടനകളെല്ലാം നാട്ടിലും ഇപ്പം അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞു.
നമുക്ക് പല പല തൊഴിൽപരമായിട്ടുള്ളതും മറ്റുള്ള പല കമ്മ്യൂണിറ്റികളിലൊക്കെ ഉള്ള രീതിയിലുള്ള ഓണാഘോഷങ്ങളൊക്കെ നിരവധി നമുക്ക് കാണാൻ കഴിയും. അവിടെയൊക്കെ നമ്മൾ പോയി ഫുഡൊക്കെ ഓർഡർ കൊടുത്ത് കഴിച്ചു, നമ്മൾ ആഘോഷിച്ചു, തിരിച്ചു വന്നു. നമ്മൾ ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നുണ്ടാവും. പലപ്പോഴും പല സാഹചര്യത്തിലൊക്കെ പ്രിപ്പറേഷൻ നടത്തിയതായിരിക്കും, അതെല്ലാം പ്രിപ്പയർ ചെയ്ത ഫുഡുകളൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. അതെല്ലാം നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ആ സാഹചര്യം അനുസരിച്ച് അതൊക്കെ കൂടുതൽ കൺസ്യൂം ചെയ്ത് കഴിയുമ്പോൾ ഹെൽത്ത് ചലഞ്ചസ് ഒക്കെ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ ഈ ഓണക്കാലത്തൊക്കെ വളരെയധികം ഇഷ്യൂസുകൾ, ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ ഈ ഓരോ ഫെസ്റ്റീവ് സീസണുകളിലും ഹോസ്പിറ്റലിലെല്ലാം അതിനെ എക്വിപ്പ് ചെയ്തിട്ടുണ്ടാവും. ഓണമായിട്ട് വരുമ്പോൾ നമുക്കറിയാം വടംവലി പോലുള്ള കാര്യങ്ങൾ, അങ്ങനെ ചെയ്യാതിരുന്ന ഒരു കാര്യം പെട്ടെന്ന് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ആവേശത്തോട് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് പേശികളിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന വലിവുകളും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരും. അവർ ഹോസ്പിറ്റലിൽ അതിനൊക്കെ എക്വിപ്ഡാണ്, അവർക്കറിയാം ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ എന്തൊക്കെ ആയിരിക്കും വരാൻ പോകുന്ന സീസണലായിട്ടുള്ള ബിസിനസ് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പരിശീലനം കിട്ടാത്ത ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെട്ട് നമ്മൾ ഇഞ്ചുറീസ് ഉണ്ടാകരുത്. ഒരു പാട്ട് പാടുകയോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ചെറിയ കളികളിലൊക്കെ ഏർപ്പെടുന്ന പോലെ ആയിരിക്കില്ല ഫിസിക്കലായിട്ട് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകുന്ന കാര്യങ്ങളിൽ ഇടപെടുമ്പോഴുള്ള പ്രശ്നങ്ങൾ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഹെൽത്തിന്റെ കാര്യത്തിൽ ചെറിയ മെച്ചങ്ങൾ കിട്ടുന്നുണ്ടാവും. അതുപോലെ വേറൊരു കാര്യമാണ് ഫുഡിന്റെ കാര്യം. ഫുഡിൽ നമ്മൾ പരമാവധി നമ്മളുടെ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ ഓണത്തിന്റെ തിരുവോണനാളിൽ നമ്മുടെ കുടുംബത്തിൽ കുറച്ച് അരിയും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ട് ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മുടെ നാഥനോ എല്ലാവരും കൂടി സഹകരിച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ആ സാഹചര്യത്തിൽ അവിടെ നമ്മുടെ മനസ്സർപ്പിക്കുന്നുണ്ടാവും. ആ മനസ്സർപ്പിക്കുമ്പോൾ സ്നേഹം അതിനകത്തേക്ക് നമ്മൾ ചാലിക്കുന്നുണ്ടാവും. ആ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് കറിവറി കൂടാതെ നല്ല സ്നേഹത്തോടു കൂടി എല്ലാവരും സ്വാദിഷ്ടമായിട്ട് കഴിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രോസസ്സ് ചെയ്യുന്ന ആ ഫുഡാണെങ്കിൽ കഴിക്കുന്ന ആളുകൾക്ക് സമാധാനം ഉണ്ടാവും, അവരുടെ ആരോഗ്യത്തിൽ വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടാവും. ആ ഫുഡിൽ ഒരു ദൈവാനുഗ്രഹം ഉണ്ടാവും. കാരണം നമ്മൾക്ക് സ്വന്തം നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും വേണ്ടി കഴിക്കാനായിട്ട് ഉണ്ടാക്കിയതാകുമ്പോൾ നമ്മുടെ മനസ്സ് അതിനകത്ത് പൂർണ്ണമായിട്ടും അർപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് കഴിക്കുമ്പോൾ ടേസ്റ്റ് കൂടുതലുണ്ടാവും, മനസ്സിന് സുഖം ഉണ്ടാവും. പിന്നെ അത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ കരുതലുള്ളതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് കഴുകിയിട്ടുണ്ടാവും, കീടനാശിനിയുടെ അംശങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ടാവും, അരിയാണെങ്കിൽ 2-3 പ്രാവശ്യം കഴുകിയിട്ടുണ്ടാവും. എല്ലാ സംഗതികളും നമ്മൾ വളരെ പായസമൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ശർക്കരയൊക്കെ നമ്മൾ തിളപ്പിച്ച് അതിനകത്ത് കരടുകളെല്ലാം നീക്കം ചെയ്ത് നമുക്കറിയാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ദൂരം മാത്രം അഴുക്കുകളാണ് നമ്മൾ നീക്കം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ വലിയ 10,000 പേർക്കോ അല്ലെങ്കിൽ സദ്യയൊക്കെ ഒരുക്കി കൊടുക്കുന്നവർക്ക് അതൊന്നും ചെയ്യാൻ സമയം കിട്ടില്ല. അവർ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് അത്രമാത്രം ജലം കൺസ്യൂം ചെയ്യാൻ ഒന്നും പറ്റില്ല. അത്രമാത്രം കാര്യങ്ങളൊന്നും അവർക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് കഴിയില്ല. അത്രയും മാൻ പവർ ഒന്നും ഉണ്ടായിരുന്നില്ല. അവ അത് വിപണന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് ഹെൽത്ത് വേറൊരു വിപണിയിലേക്ക് നമ്മളായിട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട്. പക്ഷെ നിവൃത്തിയില്ലെങ്കിൽ നമ്മൾ ആ സാഹചര്യം നമ്മൾ അതിനകത്ത് പങ്കെടുക്കാന്നല്ലാതെ നമ്മൾ അതിനകത്ത് കുറച്ചൊക്കെ കാര്യങ്ങളെല്ലാം കഴിച്ചു നമ്മൾ നമ്മുടേതായ ഹെൽത്തും കൂടെ കൂടി നോക്കിയിട്ട് വേണം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇനി പർച്ചേസിന്റെ കാര്യത്തിലും ഒരു ഉപദേശം ഉണ്ട്. ഹെൽത്തിന്റെ കാര്യം കഴിഞ്ഞു, ഫുഡൊക്കെ ഉണ്ടാക്കേണ്ട കാര്യങ്ങളും കഴിഞ്ഞു. ഇനി നമ്മൾ ഹെൽത്തിന്റെ കൂടെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഫിനാൻസ് ഹെൽത്ത്. അത് വളരെ ശ്രദ്ധിക്കണം. കാരണം ഓണം ഇപ്പൊ കഴിയും, നമ്മൾ ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിക്കും. മാസം 1-ാം തീയതി മുതൽ 5-7 സമയങ്ങളിൽ ഓണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സാലറിയും പ്ലസ് ബോണസും നമ്മുടെ കിട്ടിയതെല്ലാം നമ്മൾ ഒരുപാട് ഡ്രസ്സുകളും കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം വാങ്ങി മറ്റ് പല ആവശ്യങ്ങൾക്കും നമ്മൾ എൻജോയ് ചെയ്യാനായിട്ട് അമിതമായിട്ട് ചെലവഴിച്ചു കഴിഞ്ഞാൽ മാസാവസാനം ക്രെഡിറ്റ് കാർഡൊക്കെ ആണെങ്കിലും 30-ാം തീയതി ഫില്ല് ചെയ്തില്ലെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും വരുന്നത്. അത് നമുക്ക് മാനസികമായിട്ട് ഒരു ചെറിയ സന്തോഷത്തിന് ചെലവഴിച്ചേക്കാൾ കൂടുതൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ചെലവഴിക്കേണ്ടി വരും. അത് നമുക്ക് ഒരു വർഷക്കാലം മുഴുവൻ നമ്മൾ ജോലി ചെയ്താലായിരിക്കും ഒരു പക്ഷേ അതെല്ലാം മീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമ്മൾ വലിയ ആർഭാടങ്ങളൊന്നും കാണിക്കില്ല. നമുക്കുള്ളത് കൊണ്ട് സുഖമായിട്ട് മുന്നോട്ട് പോകണം, സമാധാനം ഉണ്ടാവണം. ചിലപ്പോൾ ഒരു ന്യൂജൻ ആളുകളൊക്കെ ആണെങ്കിൽ, ഒരു നല്ല സാഹചര്യത്തിൽ നിന്ന് വന്ന പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവരെ ഭർത്താവിന് നല്ല പ്രഷർ കൊടുക്കുന്നുണ്ടാവും. അത് വേണം, ഇത് വേണം, വീട്ടിലേക്ക് പോകുമ്പോൾ അത് വാങ്ങിയിട്ട് പോകണം. വീട്ടിൽ ചിലപ്പോൾ ഒരു പക്ഷേ അച്ഛനും അമ്മയ്ക്കൊക്കെ ആവശ്യമുള്ള സംഗതികളെല്ലാം അവർ പോയി എടുക്കുന്നുണ്ടാവും. നല്ല ജോലി ചെയ്യുന്ന അച്ഛനും അമ്മയൊക്കെ ആണെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ആണെങ്കിലോ അതൊക്കെ അവർ നല്ല രീതിയിൽ അവർ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ എന്താണ്, നിങ്ങൾ തരേണ്ടത് സ്നേഹം മാത്രം. സ്നേഹവും പരിഗണനയുമാണ് നിങ്ങൾ നൽകേണ്ടത് ഏതൊരു മാതാപിതാക്കൾക്കും. അവർ ബാക്കി എന്തും കോംപ്രമൈസ് ചെയ്യും. എനിക്ക് എൻ്റെ അമ്മയോടാണെങ്കിൽ ഞാൻ ചോദിക്കും, അമ്മയെ ഓണാണെങ്കിൽ പോലും അല്ലെങ്കിൽ അമ്മയുടെ ബർത്ത്ഡേ ആണെങ്കിൽ പോലും ഞാൻ ചോദിക്കും, ആവശ്യമുണ്ടെങ്കിൽ. ഞാൻ ഒരു പ്രകടനത്തിനായിട്ട് നിൽക്കാറില്ല. അത് എൻ്റെ അനുഭവമാണ്. അമ്മയ്ക്ക് ഞാൻ ഇന്ന സാധനം വാങ്ങിത്തരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. സെറ്റുമുണ്ടാണോ? ഏജ് ആയിട്ടുള്ള അമ്മയാണ്. അപ്പോൾ 80 വയസ്സ് വരെ എത്തിയിരിക്കുന്ന അമ്മയ്ക്ക് നല്ലൊരു മുണ്ട് വാങ്ങിത്തരട്ടെ, ബർത്ത്ഡേ അല്ലേ. അപ്പോൾ അമ്മ പറയും, എൻ്റെ അലമാരിയിലാണെങ്കിലും കാര്യമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. എൻ്റെ അലമാരിയിൽ എനിക്ക് ഒരുപാട് കിട്ടിയ ഓരോരോ സാഹചര്യത്തിലേക്ക് കിട്ടിയ ഒട്ടിക്കാത്ത മുണ്ടുകളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു. പിന്നെ ഞാനത് വാങ്ങിക്കൊടുത്ത് ഞാനൊരു പ്രകടനം നടത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. അമ്മയ്ക്ക് എന്താണ് വേണ്ടത്? അമ്മയ്ക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അത് നിറവേറ്റി തരാൻ ഞാൻ തയ്യാറാണ്. അത് എന്നോട് പറയണം, ഞാൻ ചോദിക്കണം. അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതാണ് നമ്മൾ പങ്കുവയ്ക്കേണ്ടത്. അല്ലാതെ ഒരു വന്നു എല്ലാ കാലത്തും തിരിഞ്ഞു നോക്കി കുറച്ച് പൈസ കൊണ്ട് കൊടുത്തു നമ്മുടെ കാര്യങ്ങൾ നോക്കി. ചിലപ്പോൾ ആ കുടുംബത്തിൽ മാതാപിതാക്കളെ നോക്കുന്ന ആൾക്ക് ചിലപ്പോൾ അത്ര വരുമാനം ഉണ്ടാവില്ല. പല സാഹചര്യത്തിൽ അങ്ങനെയായിരിക്കും. അപ്പൊ ആ കുടുംബത്തിലേക്ക് മൊത്തത്തിലൊരു പരിഗണന കൊടുത്തുകൊണ്ട് അവർക്കും കൂടി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാവുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു മകനോ മകളോ ആ കുടുംബത്തിലെ ആയിരിക്കും ഒരു പക്ഷേ നിങ്ങൾ. അപ്പൊ അവർക്ക് കൂടി ഉപകരിക്കുന്ന അവരുടെ കാര്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു
ആ കുടുംബത്തിലെ നിന്ന് പോയ ഒരു അംഗമാണ് നിങ്ങളെങ്കിൽ എന്ത് ചെയ്യണം? ചിലപ്പോൾ നമ്മുടെ ഒരു സഹോദരനോ അല്ലെങ്കിൽ സഹോദരിയുടെ വീട്ടിലായിരിക്കും നമ്മുടെ മാതാപിതാക്കൾ ആരെങ്കിലും താമസിക്കുന്നത്. അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്, അവിടുത്തെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, അവിടെ ആവശ്യമുള്ള എന്തെങ്കിലും ഞാനായിട്ട് ചെയ്യേണ്ടതുണ്ടോ, ഞാനും നല്ല സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. അങ്ങനെ നമ്മുടെ സഹോദരങ്ങളെ പോലെ തന്നെ നമുക്ക് അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കി ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചാൽ അനാർഭാടമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കി ഈ ഫെസ്റ്റിവലൊക്കെ നമുക്ക് നല്ല ഒരു സഹകരണത്തിന്റെ ഒരു പാത കൂടി നമുക്ക് വെട്ടിത്തുറക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് നമ്മളിപ്പോൾ ഞാൻ എറണാകുളം ജില്ലയിൽ താമസിച്ചുകൊണ്ട് പറയുകയാണ്, എറണാകുളത്തൊക്കെ ജനറൽ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർ സപ്ലൈ ചെയ്യുന്ന ഫുഡിനെ മാത്രം ആശ്രയിച്ച് ആ ഹോസ്പിറ്റലിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും. മരുന്ന് മേടിക്കാൻ പോലും അവിടെ പുറത്ത് ആ ജനറിക് മരുന്നുകൾ കൊടുക്കുന്ന സ്ഥലത്തൊക്കെ ഉള്ള ആ ക്യൂവിലൊക്കെ നോക്കിയാൽ ചീട്ടുമായിട്ട് പിടിച്ചിട്ട് സങ്കടപ്പെടുന്ന അമ്മമാരും അച്ഛന്മാരും മക്കളും അവരുടെ മക്കളും ഒക്കെ അത്യാഹിത വിഭാഗത്തിലൊക്കെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെയൊക്കെ അവസ്ഥകൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾ എന്തോരം പൈസ അനാവശ്യമായിട്ട് നമ്മൾ ചിലവഴിക്കുന്നത്. ഒരു പള്ളി പെരുന്നാൾ, ഒരു അമ്പലത്തിൽ ഉത്സവമൊക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, നിരവധി പൈസ വെടിക്കിട്ടും മറ്റു കാര്യങ്ങളെല്ലാം നടത്തി നമ്മൾ കളയുന്നുണ്ട്. ഒരുപാട് ആർഭാടങ്ങൾ കാണും. ഇപ്പോൾ വീട്ടിൽ നമ്മൾ ആരും കാണാനില്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓണപ്പൂക്കളം നിറയ്ക്കാനായിട്ട് നമ്മൾ 10,000 രൂപയുടെ പൂവൊക്കെ മേടിച്ച് പൂക്കളൊക്കെ ഇടുന്ന ആളുകളുണ്ടാവും. ആ ഒരു ചിന്ത കൊടുത്ത് ആഘോഷിക്കണം. അത് നമ്മൾ ആഘോഷിക്കുന്നതോട് കൂടി തന്നെ നമ്മളുടെ പോലെ ആഘോഷിക്കാനൊന്നും പറ്റാത്ത ആളുകളുണ്ടാവും. നമുക്ക് അറിയുന്നവർ പറഞ്ഞോ അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്താൻ ഒന്ന് സാധിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു കൈ സഹായം നമ്മൾ അവർക്ക് കൂടി ചെയ്താൽ കിട്ടുന്ന ആ ഒരു സംതൃപ്തി, ഏതൊക്കെ ഹോട്ടലിൽ, എത്ര മുന്തിയ ഹോട്ടലുകളിൽ പോയി നിങ്ങൾ ഭക്ഷണം കഴിച്ചാലും, ഏതൊക്കെ മുന്തിയ ഇനം വസ്ത്രങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചാലും കിട്ടാത്ത ആ സംതൃപ്തി ആയിരിക്കും. കടന്നു ചെല്ലേണ്ട ആ അതുരാലയങ്ങളും അതുപോലെ തന്നെ അനാഥാലയങ്ങളും ഒക്കെ നിരവധിയുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് അതൊക്കെ നമ്മളൊന്ന് മനസ്സിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എത്ര സന്തോഷമായിട്ട് നമുക്ക് ഈ ഓണമൊക്കെ ആഘോഷിക്കാൻ കഴിയും. അപ്പം നിങ്ങൾ ആർഭാടങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കണം. എല്ലാവരോടും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, കാരണം ഇതൊക്കെ നമ്മൾ അങ്ങനെയാണ്, ഇത് ജീവിതമാണ്, ഇത് കുറച്ച് സമയമല്ലേ ഉള്ളൂ, ഞാൻ അങ്ങനെ എൻജോയ് ചെയ്താൽ എന്താ കുഴപ്പം? നമുക്ക് നാളെ ഒരു കാല ഇടർച്ച പറ്റിയാൽ അത് കരുതാൻ നമ്മളുടെ സമൂഹമുണ്ടെന്നുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് വരുമ്പോൾ വളരെ സന്തോഷപൂർവ്വം നമുക്ക് ഓരോ ഓണങ്ങളും ഓരോ ഫെസ്റ്റിവൽസും നമുക്ക് ആഘോഷിക്കാൻ കഴിയും. പല പ്രേരണകളും നമുക്ക് സമൂഹത്തിൽ നിന്നും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നമുക്ക് കിട്ടും. അതെല്ലാം നമ്മൾ മനസ്സ് എന്ന് പറഞ്ഞ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ. നമ്മുടെ മനസ്സിൽ നമ്മൾ ആലോചിക്കും, എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കി എവിടെ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം നമുക്ക് ഈ ഓണക്കാലം എന്ന് പറഞ്ഞാൽ തന്നെ മഹാബലി തമ്പുരാൻ മുന്നോട്ട് വെച്ച ആശയം തന്നെ അതാണ്. കള്ളമില്ല, ചതിവില്ല, എള്ളോളമില്ല പൊളിവചനം എന്നൊക്കെ പറഞ്ഞ ആ ഒരു സാഹചര്യം, അത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ, നമ്മളെ ഭരിക്കുന്ന ആളുകൾ സത്യസന്ധരായിരിക്കണം. നമ്മളൊരു എന്ത് വർക്കുകൾ ചെയ്യണമെങ്കിലും അതെല്ലാം സമൂഹത്തിലേക്ക് ഉപകരിക്കണം എന്ന ചിന്തയോടുകൂടി നമുക്ക് അത് പ്രൊവൈഡ് ചെയ്യാൻ അവർക്കായി കഴിഞ്ഞാൽ, ആരും ആവട്ടെ, നല്ല ഭരണാധികാരികളായി അവർ മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓരോ ഓഫീസുകളിൽ ഇരിക്കുന്ന ആളുകളെല്ലാം നല്ലവരായി കഴിഞ്ഞാൽ, ഈ മഹാബലി തമ്പുരാൻ വിഭാവന ചെയ്ത അതേ കാര്യം തന്നെ നമുക്ക് ജീവിതത്തിൽ എല്ലാവർക്കും സന്തോഷമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പരസ്പര പൂരകങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ എത്ര സന്തോഷമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാനാവും. എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായ ഓണമായി തീർത്തേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ ഞാൻ നിർത്തുന്നു. എൻ്റെ കമ്മ്യൂണിറ്റി ഉണ്ട്, നിങ്ങൾക്ക് അതിനകത്ത് വരാം. നമ്മുടെ എൻ്റെ യൂട്യൂബ് ചാനലിലെല്ലാം നിരന്തരം നല്ല രീതിയിലുള്ള വീഡിയോകൾ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പറ്റുന്ന രീതിയിൽ നിങ്ങൾ അത് കേൾക്കുക. നിങ്ങളുടെ കമന്റ്, നിങ്ങൾക്ക് എന്താണോ ചിന്തിക്കുന്നത് ആ കമന്റ് നിങ്ങൾ താഴെ എഴുതുക. അത് ഞാൻ വായിക്കുന്നുണ്ടാവും. എനിക്ക് വളരെ സന്തോഷമാണ് നിങ്ങൾ ഓരോരുത്തരും തരുന്ന ലൈക്കുകളും ആ കമന്റുകളും കാണുമ്പോൾ. എനിക്ക് പിന്നെയും പ്രചോദനമാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് കണക്ട് ചെയ്യാൻ. നമ്മുടെ മനസ്സുകൊണ്ടുള്ള, നമ്മൾ പരസ്പരമുള്ള മാനസിക ഐക്യമുള്ള ആളുകളുടെ ആ ഒരു സംവാദങ്ങളിലേക്ക് വളരെയധികം ആകാംക്ഷയുണ്ട്. നന്ദി, നമസ്കാരം.